ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് പ്രവർത്തനം മുടങ്ങിയതിനെ തുടർന്ന് രോഗികൾ പ്രതിസന്ധിയിൽ. രോഗിയെ കസേരയിലിരുത്തി ബന്ധുക്കൾ ചുമന്നു കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 5-ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്കാണ് രോഗികളെ ചുമന്നെത്തിക്കുന്നത്. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, ആരോഗ്യ കേരളം എന്ന് നമ്മൾ ആഘോഷിക്കുന്നിടത്താണ് ഇങ്ങനെ ലിഫ്റ്റില്ലാതെ രോഗികളെ ചുമന്ന് കയറ്റേണ്ട ഗതികേട്. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ലക്ഷ്മി, ഇടുക്കിയിലെ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇത് പതിവായി ഈ ആശുപത്രിയിലെ പല കെട്ടിടങ്ങളിലെയും ലിഫ്റ്റ് ഇത്തരത്തിൽ കേടാകുന്നുണ്ട്, തകരാറിലാകുന്നുണ്ട് എന്നുള്ളത് രോഗികൾ നിരന്തരം പരാതിപ്പെടുന്ന ഒരു സംഭവമാണ്. ഇത് ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഈ ലിഫ്റ്റ് തകരാറിലായിട്ടുള്ളത്. ഇത് പഴയ കെട്ടിടത്തിലെ ലിഫ്റ്റാണ് തകരാറായിട്ടുള്ളത്. ഇതിന് മുകളിലാണ് ഈ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടക്കുന്നത്. 5-ാം നില വരെ രോഗികളെ ചുമന്ന് കയറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മെഡിക്കൽ സൂപ്രണ്ട്, നമ്മുടെ ആശുപത്രിയുടെ ഈ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് പറയുന്നത് ഇതിൽ സെൻസറിന് തകരാറ് സംഭവിച്ചു എന്നുള്ളതാണ്. സെൻസർ മാറ്റിവെക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഈ ലിഫ്റ്റ് ഇൻസ്റ്റലേഷൻ നടത്തിയ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ 2 ദിവസമായി തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിലാണ് അവസരം നടക്കുന്നത്. ഈ രോഗികളെ ചുമന്ന് മുകളിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ചുമന്ന് തിരികെ താഴേക്ക് ഇറക്കുകയുമാണ്. ഏതാണ്ട് 5-ാം നിലയിലേക്ക് ഇത് പതിവായി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിന് 5-ാം നിലയിലാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രോഗികൾ 5-ാം നില വരെ എത്തേണ്ടത് എന്തായാലും അനിവാര്യമാണ് അത്തരം ചികിത്സയുമായി തേടി വരുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളും ഒപ്പം ആശുപത്രിയിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ ചേർന്ന് സഹായിച്ചുകൊണ്ടാണ് ഈ 5 നില വരെ ഓരോ രോഗികളെയും കയറ്റുകയും തിരിച്ച് ഇറക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കസേരയിൽ ഇരുത്തിയാണ് ബന്ധുക്കളും മറ്റും ചുമന്ന് ഈ രോഗികളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ജില്ലാ ആശുപത്രി നൽകുന്ന വിശദീകരണം ഇതിന്റെ ലിഫ്റ്റ് തകരാറായത് സെൻസറിൽ തകരാർ സംഭവിച്ചതാണ് എന്നുള്ളതാണ്. ഈ സെൻസർ മാറ്റിവെക്കുന്നതിന് കമ്പനിയോട് അധികൃതരോട് ഇത് സംബന്ധിച്ച് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ 2 ദിവസമായി ഇത് ഇവിടെ ഈ ആശുപത്രിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിന് മുമ്പ് 1 മാസം മുമ്പ് ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായിരുന്നു. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.